ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഓരോ സീസണിലെയും ഏറ്റവും വൈകാരികമായ ഘട്ടമാണ് ഫാമിലി വീക്ക്. മത്സരാർത്ഥികളുടെ പ്രകടനത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഈ ആഴ്ചയിൽ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നടക്കാറുമുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മത്സരാർത്ഥിയായ ലക്ഷ്മിയുടെ കുടുംബം ഹൗസിലെത്തിയപ്പോൾ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ലക്ഷ്മിയുടെ ഏക മകനെ ഹൗസിലേക്ക് പ്രവേശിപ്പിക്കാതിരുന്ന ബിഗ് ബോസ് ടീമിന്റെ നടപടി വെറും ഒരു സാങ്കേതിക തീരുമാനം ആയിരുന്നില്ലെന്നും ഇത് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണെന്നും ലക്ഷ്മിയുടെ സഹോദരൻ വെളിപ്പെടുത്തിയതോടെയാണ് വിഷയം കൂടുതൽ സങ്കീർണമായത്. ലക്ഷ്മിയുടെ കുഞ്ഞിനെ ഹൗസിനുള്ളിലേക്ക് കയറ്റാതിരുന്നത് ബിഗ് ബോസ് ടീം നൽകിയ ഔദ്യോഗിക വിശദീകരണം കുട്ടിയുടെ പ്രായം ഒരു ഘടകമാണ് എന്നായിരുന്നു. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ റിയാലിറ്റി ഷോയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അവരുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും നല്ലതല്ല എന്ന പൊതുവായ വാദമാണ് ഇതിന് പിന്നിലുള്ളത്. എന്നാൽ ഈ ഔദ്യോഗിക വിശദീകരണത്തെ സഹോദരൻ ശക്തമായി ചോദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്: കുഞ്ഞിന്റെ പ്രായം ഒരു തടസ്സമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് മുൻ സീസണുകളിലും മറ്റു ഭാഷകളിലെ ബിഗ് ബോസ് ഷോകളിലും സമാനമായ പ്രായത്തിലുള്ള കുട്ടികളെ, ഉദാഹരണത്തിന് 2 വയസ്സുള്ള റെനീഷയുടെ ഏട്ടന്റെ കുഞ്ഞ്, തമിഴ് ബിഗ് ബോസിലെ 2-3 വയസ്സുള്ള കുഞ്ഞ് ഹൗസിനുള്ളിൽ പ്രവേശിപ്പിച്ചത്? ഇത് വ്യക്തമാക്കുന്നത് പ്രായം നിയമപരമായ ഒരു പ്രശ്നമായിരുന്നില്ല, മറിച്ച് തിരഞ്ഞെടുത്ത ഒരാളെ ഒഴിവാക്കാനുള്ള ഒരു മറ മാത്രമായിരുന്നു എന്നാണ്. ഒരു കുട്ടിയെ ഹൗസിൽ പ്രവേശിപ്പിക്കുന്നതിന് പ്രായപരിധി ഉണ്ടെങ്കിൽ ലക്ഷ്മിയുടെ കുടുംബം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തോ യാത്ര പുറപ്പെടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തോ ഈ വിവരം അറിയിക്കാമായിരുന്നു. എന്നാൽ കുടുംബം എല്ലാം തയ്യാറാക്കി വീടിന്റെ മുന്നിലെത്തിയ ശേഷമാണ് കുട്ടിയെ കയറ്റാൻ കഴിയില്ല എന്ന് ബിഗ് ബോസ് ടീം അറിയിച്ചത്. ഇത് മനഃപൂർവ്വം ആസൂത്രിതമായ ഒരു നീക്കമാണെന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഞങ്ങൾ വരേണ്ട എന്നാണെങ്കിൽ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തരാതിരിക്കാമായിരുന്നു എന്ന സഹോദരന്റെ വാക്കുകൾ ഈ നീക്കത്തിലെ ദുരൂഹത വ്യക്തമാക്കുന്നു. കുഞ്ഞിനെ കാണാൻ സാധിക്കാത്തതിലുള്ള വിഷമം കാരണം ലക്ഷ്മിയുടെ സഹോദരൻ ഹൗസിന്റെ പരിസരത്ത് വെച്ച് കരയുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ബിഗ് ബോസ് ടീമിലെ ചിലരുടെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചത്. മോനെ, ഇത് ഞങ്ങൾ ആരും ചെയ്യുന്നതല്ല, മുകളിൽ നിന്നുള്ള പ്രഷറാണ് എന്നാണ് ക്രിയേറ്റീവ് ടീമിലെ ആളുകൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. ഈ വെളിപ്പെടുത്തൽ ബിഗ് ബോസ് ഷോയുടെ സുതാര്യതയെക്കുറിച്ചും നിഷ്പക്ഷതയെക്കുറിച്ചുമുള്ള ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ബിഗ് ബോസ് ടീമിന്റെ സാധാരണ തീരുമാനങ്ങൾക്കപ്പുറം ഈ കാര്യത്തിൽ ഇടപെട്ട് മുകളിൽ നിന്നുള്ള ശക്തികൾ ആരാണ്? ചാനൽ മേധാവികളാണോ, സ്പോൺസർമാരാണോ, അതോ ഷോയുടെ ഉള്ളടക്കത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന മറ്റേതെങ്കിലും കേന്ദ്രങ്ങളോ? ലക്ഷ്മിയെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ചുള്ള നീക്കമായിരുന്നു ഇത്. മറ്റ് മത്സരാർത്ഥികളുടെ കുട്ടികൾക്ക് കിട്ടിയ പരിഗണന ലക്ഷ്മിയുടെ കുഞ്ഞിന് നിഷേധിക്കപ്പെട്ടത് എന്തിനാണ്? ലക്ഷ്മിയുടെ നിലപാടുകളോ ഗെയിം പ്ലാനോ ജനപ്രീതിയോ ഈ തീരുമാനത്തെ സ്വാധീനിച്ചിരിക്കുമോ? ഈ വെളിപ്പെടുത്തലുകൾ ലക്ഷ്മിക്ക് സിമ്പതി വോട്ട് നേടിക്കൊടുക്കാൻ വേണ്ടിയല്ലെന്നും അടുത്ത ആഴ്ചയെങ്കിലും ബിഗ് ബോസ് ടീം മനസ്സ് മാറ്റി കുഞ്ഞിനെ വെറും 10-15 മിനിറ്റത്തേക്കെങ്കിലും ഹൗസിനുള്ളിൽ കയറ്റണമെന്നുമുള്ള ആഗ്രഹം മാത്രമാണ് ഇതിന് പിന്നിലെന്നും സഹോദരൻ ആവർത്തിച്ചു പറയുന്നു. കുഞ്ഞിനെ ഒഴിവാക്കിയതിനോടൊപ്പം ലക്ഷ്മിയുടെ കുടുംബം ഹൗസിനുള്ളിൽ നടത്തിയ സംഭാഷണങ്ങളെ ഷോയിൽ അവതരിപ്പിച്ച രീതിയെക്കുറിച്ചും സഹോദരൻ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആദില നൂറ വിവാദത്തിൽ ലക്ഷ്മിയുടെ അമ്മ എടുത്ത നിലപാടുകൾ ബന്ധപ്പെട്ടാണ് ഈ ആരോപണങ്ങളെല്ലാം. ആദില നൂറ വിവാദത്തെ ലക്ഷ്മി കൈകാര്യം ചെയ്ത രീതിയെ പരിഹസിക്കുന്ന രൂപത്തിലാണ് അമ്മ സംസാരിച്ചതെന്ന സൂചന സഹോദരൻ നൽകുന്നു. ആദില നൂറയെ ലക്ഷ്മി വീട്ടിൽ കയറ്റില്ലായിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളെ കയറ്റും, സിറ്റൗട്ടിൽ ഇരുന്നോ എന്ന് അമ്മ പറഞ്ഞതായി അദ്ദേഹം വെളിപ്പെടുത്തുന്നു. എന്നാൽ അമ്മയുടെ യഥാർത്ഥ ലക്ഷ്യം ഇതല്ലായിരുന്നുവെന്നും അവരുടെ 2 കുട്ടികളാണ്, അവരെ ഒന്നിപ്പിച്ചിട്ടേ ഞാൻ വരികയുള്ളൂ എന്നും ഫ്ലൈറ്റിൽ വെച്ച് തന്നെ അമ്മ പറഞ്ഞിരുന്നതായും സഹോദരൻ പറയുന്നു. ലക്ഷ്മിക്ക് തന്റെ നിലപാടിൽ വന്ന മാറ്റം പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കാൻ ബിഗ് ബോസ് ടീം മനഃപൂർവ്വം ശ്രമിച്ചതായി ആരോപണമുണ്ട്. ഹൗസിൽ എത്തിയ ശേഷം ആദില നൂറ, ലക്ഷ്മി, അമ്മ എന്നിവർ ചേർന്ന് ദീർഘനേരം സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു. ഈ സംഭാഷണങ്ങൾക്കിടെ ആദിലയും നൂറയും ചേർത്ത് പിടിക്കാനും ഉമ്മ നൽകാനും അമ്മ ലക്ഷ്മിയോട് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിട്ടില്ല. ലക്ഷ്മിയുടെ അമ്മയുടെ ഈ ഇടപെടൽ ആദില നൂറ വിവാദത്തിൽ ലക്ഷ്മിക്ക് സംഭവിച്ചേക്കാവുന്ന വോട്ട് ചോർച്ച തടയാനാണോ, അല്ലെങ്കിൽ ലക്ഷ്മിക്ക് അനുകൂലമായ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയോ ബിഗ് ബോസ് ടീം മനഃപൂർവ്വം നടത്തിയ എഡിറ്റിംഗ് തന്ത്രങ്ങളാണോ എന്ന സംശയവും ഇത് ബലപ്പെടുത്തുന്നു. ഒരു റിയാലിറ്റി ഷോ എന്ന നിലയിൽ ബിഗ് ബോസിന്റെ ഉള്ളടക്കം നിർണ്ണയിക്കുന്നതിലെ എഡിറ്റിംഗ് സ്വാധീനം ഈ സംഭവത്തോടെ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ലക്ഷ്മിയുടെ കുഞ്ഞിനെ ഹൗസിൽ പ്രവേശിപ്പിക്കാതിരുന്നതും ലക്ഷ്മിയുടെ അമ്മയുടെ നിലപാടുകൾ എഡിറ്റ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ നിഷ്പക്ഷതയെക്കുറിച്ചും മത്സരത്തിന്റെ ആധികാരികതയെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ്. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന വെളിപ്പെടുത്തൽ ഒരു മത്സരാർത്ഥിയോടും അവരുടെ കുടുംബത്തോടും ബിഗ് ബോസ് ടീം വിവേചനം കാണിച്ചുവെന്ന ആരോപണത്തിന് കരുത്ത് പകരുന്നു. ഈ വിഷയത്തിൽ ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ വിശദീകരണത്തിനായി പ്രേക്ഷകരും ലക്ഷ്മിയും ആരാധകരും കാത്തിരിക്കുകയാണ്. കാരണം ഒരു മത്സരാർത്ഥിയുടെ വ്യക്തിപരമായ വിഷമങ്ങൾ ഗെയിമിന്റെ ഭാഗമായി മാത്രം കണക്കാക്കാനാവില്ല.